ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് കട്ട് ബീഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമ്മൾ ഈ വർക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു കളറ് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാട്ടോ നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തു. നമുക്ക് അടുത്തൊരു സ്റ്റമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളൊരു ബീഡ് തുന്നി കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് നമ്മളൊരു ബീഡിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളടുത്ത് ഒരെണ്ണം സൂചിയിൽ കയറ്റിയിട്ട് അവിടെ കുത്തി ഇറക്കുകയാണ് കേട്ടോ. ഓരോ ബീഡിനുള്ള ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ട് ഒന്ന് നീക്കി കുത്തി കൊടുക്കുകയാണ്. നമ്മളൊരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് അവിടെ കുത്തി ഇറക്കണം കേട്ടോ. നമ്മൾ ഈ കളറ് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഫ്ലവർ യെല്ലോ കളർ കട്ട് ബീഡ് ഉപയോഗിച്ചിട്ടാട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു യെല്ലോ കളർ കട്ട് ബീഡ് ഈ ഒരു സൈസിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കട്ട് ബീഡ് വെച്ചിട്ടുള്ള വർക്കും ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള വർക്കും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സീക്വൻസുകൾ വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു ചെറിയ വർക്ക് ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമ്മളൊരു ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ ബീഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലൈൻ കൊടുത്തിട്ട് ഇനി അടിയിൽ ഒരു ലൈനിൽ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ബീഡ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു 3 ബീഡിൻ്റെ ഗ്യാപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു 3 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ആദ്യം ഒരു 3 ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു 3 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് 2 സൈഡിലും ഹോളുണ്ട് കേട്ടോ. നമുക്ക് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ടത് ഒരു ഹോളിൽ കൂടെ സൂചി കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് നമ്മൾ അടുത്ത ഹോളിൽ കൂടെ തുന്നി കൊടുക്കാണ്ട് ചെയ്യണം. ഇനി നമുക്ക് ഇടയിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വർക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് സീക്വൻസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് സീക്വൻസുകൾ നമ്മൾ എടുത്തേക്കുന്നത് അത് നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാണ്ട്. നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വർക്കായിട്ട് വരാം കേട്ടോ.